കർത്താവിൻ്റെ മഹിമയുള്ള സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ പൊരുളുകൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. മഹത്വമുള്ള സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പൊരുളുകൾ ദൈവാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരും. അഭിഷേകമുള്ള വ്യക്തികളെ നമുക്കിഷ്ടമാണ്. അഭിഷേകം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഭിഷേകം പ്രാപിക്കുക എന്ന് കേൾക്കുന്നത്, അഭിഷേകം പ്രാപിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. അഭിഷേകം വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ അഭിഷേകം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സക്സസ് എന്ന വാക്കിനെ ചേർത്ത് വെക്കും, അല്ലേ? ജയം എന്ന വാക്കിനെ നമ്മൾ ചേർത്ത് വെക്കും. കാരണം അഭിഷേകം ഉണ്ടെങ്കിൽ എന്തും സാധിക്കും. ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ്. ഇതൊരു വിശ്വാസമാണ്, പലപ്പോഴും നമ്മുടെ അനുഭവമാണ്. എന്നാൽ അനോയിൻറ്റിങ് ഒരു വ്യക്തിയുടെ മേൽ പകരപ്പെടുന്നത് മുതൽ അവൻ ചില പ്രോസസ്സുകൾക്ക് വിധേയപ്പെടുവാൻ വിളിക്കപ്പെട്ടവനും കൂടെയാണ് എന്ന് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്, ഒരു സത്യമാണ്. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ പകരപ്പെടുമ്പോൾ മുതൽ അവൻ ദൈവത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ ചെയ്യേണ്ട ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനും ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ജയിക്കുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജയിക്കുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്ത് വാല്യുവേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ജയിക്കുന്നത്. അതിനുശേഷമാണ് തീരുമാനിക്കുന്നത് ഇനി മുന്നിലോട്ടുള്ള ക്ലാസ്സിൽ പോകണോ, തൽക്കാലം നിൽക്കുന്നിടത്ത് തന്നെ നിന്നാൽ മതിയോ എന്ന്, അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ ദൈവം പകർന്ന് കഴിയുമ്പോൾ മുതൽ ഒരു ചോദ്യപേപ്പറും കൂടെ നമ്മുടെ കയ്യിൽ തരും, ഒരു ക്വസ്റ്റ്യൻ പേപ്പറൂടെ നമ്മുടെ കയ്യിൽ തരും. നമ്മളത് ഓരോന്നിന് ആൻസർ ചെയ്ത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ മേൽ ദൈവം ഇട്ട അഭിഷേകത്തെ ദൈവം തന്നെ യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. നമുക്ക് അഭിഷേകം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന വ്യക്തി, യെസ് ഒബ്വിയസ്ലി നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വന്ന വ്യക്തി തന്നെയാണ്, ദാവീദ് തന്നെയാണ്. എല്ലാവർക്കും ഒരു മടുപ്പാണ് ദാവീദിനെ കുറിച്ച്. പണ്ട് മുതലേ നമ്മൾ കേട്ട് ദാവീദ്, ഗോലിയാത്ത്, മല്ലനൊക്കെ കേട്ട് നമുക്കൊരു മടുപ്പാണ്. എന്നാൽ നിങ്ങൾ ആരും മടുക്കണ്ട. നമ്മൾ ആ ഒരു ചർച്ചയിലേക്കല്ല ഇന്നത്തെ ഈ സന്ദേശം കൊണ്ടുപോകാൻ മാനുഷികമായി ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു സന്ദേശമാകുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം വായിച്ചു തുടങ്ങുകയാണ്. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ മീറ്റിംഗ് എനിക്ക് വേണ്ടിയാണെന്ന്, ഇന്നത്തെ ഈ സന്ദേശം എനിക്ക് വേണ്ടിയാണെന്ന്, ഇന്നത്തെ ഈ ടൈം കർത്താവ് എനിക്ക് വേണ്ടി ഫിക്സ് ചെയ്തതാണെന്ന് എത്ര പേർ തീരുമാനിക്കുന്നു, വിശ്വസിക്കുന്നു? ആ വിശ്വാസമുള്ള എല്ലാ ദൈവമക്കളെയും സന്തോഷത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ പകരപ്പെടുന്നത് മുതൽ അല്ലെങ്കിൽ പകരപ്പെട്ടതിന് ശേഷം തീർച്ചയായിട്ടും അവൻ ദൈവവചന അടിസ്ഥാനത്തിൽ അവൻ പല പരിശോധനകൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയപ്പെടേണ്ടതായിട്ട് വരാം. വിധേയപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവൻ ആയിരിക്കുന്ന അഭിഷേകത്തെ അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ അവനെക്കൊണ്ട് പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയേണ്ടതിന്, അവനെ പ്രയോജനപ്പെടുത്തുമ്പോൾ സാത്താൻ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് മേൽ വിരൽ ചൂണ്ടാതെ ഇരിക്കേണ്ടതിന് ഈ ഭൂമിയിൽ വെച്ച് ദൈവം അവനെ ചില പരിശോധനകൾക്കും പരീക്ഷണങ്ങൾക്കും അനുവദിക്കുന്നു എന്നുള്ളത് നമുക്ക് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിയും. അതിൽ ദാവീദ് രാജാവിനെ നാം എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ദാവീദ് രാജാവെന്നാണ്. എന്നാൽ ദാവീദ് ഒരു രാജാവ് ആയിരുന്നില്ല അഭിഷേകം പ്രാപിച്ച സമയം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ദാവീദ് ഒരു രാജാവായിരുന്നില്ല അഭിഷേകം പ്രാപിച്ച സമയം. ദാവീദ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരുന്നു, ഒരു ബാലനായിരുന്നു. ദാവീദ് എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ ബാലനായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഞാൻ ഇപ്പോൾ ഉച്ചരിച്ചതുപോലെ ദാവീദ് രാജാവ് എന്ന ഒരു പൊസിഷൻ ആ മനുഷ്യനിലേക്ക് വന്നതിൻ്റെ പിന്നിൽ ഒരു നീണ്ട
നീണ്ട വർഷത്തിൻ്റെ കഥ പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ചരിത്രം മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനാമുറിയിൽ വ്യക്തിപരമായി മനസ്സിനുള്ളിൽ വാചകങ്ങളിൽ കോർത്തിണക്കി ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു മറുപടി ആയിരിക്കാം. കാരണം ഞാൻ അഭിഷേകമുണ്ട്, എന്താ അങ്ങേക്ക് എന്നെ പ്രയോജനപ്പെടുത്തണ്ടേ? ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, എന്താ എൻ്റെ മുന്നിൽ വഴി തുറക്കാത്തെ? പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്? തകർച്ചകൾക്ക് ഞാൻ സാക്ഷിയാകുന്നത്, പരാജയങ്ങൾക്ക് ഞാൻ സാക്ഷിയാകുന്നത്, ഒരു കാര്യവും അങ്ങോട്ടൊരു പൂർണ്ണത വരാത്തത്, ഒരു കാര്യത്തിന്മേൽ ഒരു നീക്കുപോക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? ഒന്നു മാറി ഒരു ദിവസം സന്തോഷം, ഒരാഴ്ച സന്തോഷമെങ്കിൽ പിന്നെ അടുത്തൊരാഴ്ച എനിക്ക് ദുഃഖമായിരിക്കുന്നത്. ഒരു വിഷയത്തെ ഞാൻ ജയിക്കുമ്പോൾ വീണ്ടും എന്തുകൊണ്ടാണ് മറ്റൊരു വിഷയം അപ്രതീക്ഷിതമായി എൻ്റെ മേൽ വരുന്നത്? ഞാൻ ഭൂതങ്ങളെ ശാസിക്കുന്നുണ്ടല്ലോ, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ മീറ്റിങ്ങുകളിൽ ഞാൻ വീഴ്ച വരുത്തുന്നില്ലല്ലോ, ഞാൻ ദൈവകാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ്? തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന അഭിഷിക്തന്മാർ, ദൈവദാസന്മാർ, കർത്തൃവേലയിലായിരിക്കുന്നവർ, വിശ്വാസികളായിരിക്കുന്നവർ, അനേകർക്ക് നന്മ ചെയ്യുന്നവർ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവർ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട്, ഇതൊരു യാഥാർത്ഥ്യമായ ഒരു ചോദ്യമാകുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ പലരോടും ഷെയർ ചെയ്തിട്ട് പോലും ഇല്ലെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനാ മുറിയിൽ വിശുദ്ധ ബൈബിൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് എന്തുകൊണ്ടാപ്പ പൂർണ്ണമായി ഈ ഒരു ലോക്ക് പൊട്ടി ഞാൻ പുറപ്പെടാത്തത്, ഞാൻ പുറത്തേക്ക് വരാത്തത് എന്ന് ഏങ്ങലടിച്ച് കരഞ്ഞ ചില ദൈവമക്കൾ ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഇന്നത്തെ ഈ വചനധ്യാനം നമ്മുടെ ജീവിതത്തിലൊരു വലിയ ചോദ്യത്തിൻ്റെ വലിയ മറുപടിയായിരിക്കും. ആമേൻ. വലിയ ചോദ്യത്തിൻ്റെ വലിയ മറുപടിയായിരിക്കും. ഞാനും നിങ്ങളും ഈ സന്ദേശത്തിന് സാക്ഷികളാകുന്നത് പോലെ കോടിക്കണക്കിന് ജനം സാക്ഷിയാകേണ്ടതിന് കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ് ദാവീദ് അനോയിൻറ്റ് ചെയ്യപ്പെടുന്നത്, അഭിഷേകം ചെയ്യപ്പെടുന്നത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ് ദാവീദ് അഭിഷേകം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഒരു അനോയിൻറ്റിങ് ഒരു മനുഷ്യൻ്റെ മേൽ വന്നത് സഹോദരന്മാരുടെ മുമ്പിൽ വെച്ചാണ്. ഞാൻ അവിടെ എനിക്ക് ദൈവത്തെ ഒന്ന് പ്രൈസ് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്നെ മാനിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, ദൈവം എന്നെ മാനിച്ചത് ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷമാണ്. എന്തായിരുന്നു നിങ്ങളുടെ മാനത്തിൻ്റെ അടിസ്ഥാനം? അത് ദൈവം എന്നെ മാനിച്ചതിന് ശേഷം എനിക്ക് ദൈവം വീട് തന്നു, കാറ് തന്നു, കർത്താവ് എനിക്ക് ശുശ്രൂഷ തന്നു. നോ, അത് മാനുഷികമായിട്ടുള്ള എൻ്റെ കൗണ്ടിങ്ങിനകത്ത് വരുന്ന കാര്യമാണ്. ഞാൻ എവിടെ വെച്ച് മാനിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, എൻ്റെ കുടുംബത്തിൽ ആരെയും ദൈവം വിളിച്ചു വേർതിരിക്കാതെ, അല്ലെങ്കിൽ അവരെ വിളിച്ചു വേർതിരിക്കുന്നതിന് മുൻപ് അവർ കാണുകെ, അവരുടെ കാതുകളിൽ കേൾക്കെ, അവരറിയക്കെ, അവരുടെ നടുവിൽ വെച്ച് ഒരു നിന്ദാപാത്രമായിരുന്ന എന്നെ മാറ്റി നിർത്തി എന്തോ സംതിങ് സ്പെഷ്യൽ എൻ്റെ മേൽ ദൈവം പകർന്നു. അങ്ങനെ എനിക്ക് പറയാൻ അറിയത്തുള്ളായിരുന്നു. അന്നത്തെ കാലത്ത് അനോയിൻറ്റിങ് എന്നോ അഭിഷേകമെന്നോ ഒന്നും എനിക്ക് പറയാൻ അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ബൈബിൾ വായിച്ചത് മനസ്സിലാക്കുന്നു. അന്ന് അവരിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയിട്ട് എന്നേക്കാൾ ഒത്തിരി കാര്യങ്ങൾ അവർക്കുണ്ട്, എന്നേക്കാൾ ഒത്തിരി മെച്ചപ്പെട്ടവരാണ് അവർ, എന്നേക്കാൾ ഒത്തിരി മുൻപന്തിയിലാണ് അവർ. എന്നാൽ പിൻപന്തിയിൽ നിന്ന എന്നെ, ഇങ്ങനെ പറഞ്ഞാൽ കാട്ടൊലിവായിരുന്ന എന്നെ അവരുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് മാറ്റി നിർത്തിയിട്ട് എൻ്റെ മേൽ അവരുടെ മേൽ ഇല്ലാത്ത ഒന്ന് സ്വർഗം എന്ന് പകർന്നോ, എന്നവൻ ആരാധനയ്ക്ക് പോകുന്നു എന്നവരുടെ കാതുകളിൽ കേൾപ്പിച്ചോ, അവനിപ്പോൾ പഴയ വഴിയിലല്ല എന്ന് അവരെ കൊണ്ട് സംസാരിപ്പിച്ചോ, അവനിപ്പോൾ നമ്മൾ പോകുന്നിടത്തല്ല പോകുന്നതെന്ന് എന്നവർ പറയിച്ചോ,
അവരിപ്പോൾ വേറൊരു കൂട്ടത്തിൻ്റെ കൂടെയാണെന്ന് എന്ന് അവരുടെ ഉള്ളിൽ ശ്രുതി പൊങ്ങിയോ, അപ്പോഴാണ് ദൈവം എന്നെ മാനിച്ചതെന്ന് ഇന്ന് ഞാൻ പറയും. ദാവീദേ, താങ്കൾ എപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടത്, അല്ലെങ്കിൽ താങ്കൾ എപ്പോഴാണ് ദൈവത്താൽ മാനിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ദാവീദ് ഇവിടെ ഉണ്ടെങ്കിൽ പറയും, എന്ന സഹോദരന്മാർ നിരന്ന് നിൽക്കേ, കഴിവുള്ളവർ നിരന്ന് നിൽക്കേ, അഭ്യാസികൾ നിരന്ന് നിൽക്കേ, കൊതിയുള്ളവർ നിരന്ന് നിൽക്കേ, ദൈവം എന്നെ കാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് അവരുടെ മധ്യത്തിൽ നിർത്തി കൊമ്പിൽ പകർന്നിരുന്ന അഭിഷേകം എൻ്റെ മേൽ ഒഴിച്ചോ, അന്നാണ് മിസ്റ്റർ ദീപു ഞാൻ ദൈവത്താൽ മാനിക്കപ്പെട്ടത്. കാരണം പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് തലമേൽ ഒഴിക്കണം. കാര്യം എന്താ? അവരുടെ ദൃഷ്ടി സിംഹാസനത്തിൻ്റെ മേലായിരുന്നെങ്കിൽ ദാവീദിൻ്റെ ദൃഷ്ടി ദൈവത്തിൻ്റെ മേലാന്ന് അറിഞ്ഞതുകൊണ്ടാണ്. ഞാൻ ആത്മാവിലൊരു ദൂത് നിങ്ങളോട് പറഞ്ഞു തുടങ്ങുകയാണ്. നിങ്ങളൊരു സ്പെഷ്യൽ ആകുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങളുടെ മേലൊരു സ്പെഷ്യൽ അനോയിൻറ്റിങ് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ലോകം നോക്കുന്ന സീറ്റിലേക്ക് നിൻ്റെ കണ്ണ് പോകാതിരിക്കുമ്പോഴാണ്. ലോകക്കാർ നോക്കുന്ന പദവിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് പോകാതിരിക്കുമ്പോഴാണ്. ലോകക്കാർ നീട്ടുന്നത് പോലെ നമ്മൾ നീട്ടാതിരിക്കുമ്പോഴാണ്. ലോകക്കാർ നടക്കുന്നത് പോലെ നമ്മൾ നടക്കാതിരിക്കുമ്പോഴാണ്. ഇങ്ങനൊന്ന് മനസ്സിലാക്കിക്കോ, ഞാനും നിങ്ങളും ദൈവത്തിന് സ്പെഷ്യലാണ്. ഹല്ലേലൂയ. സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദൈവം നമ്മളെ അനോയിന്റ് ചെയ്യുന്നത് സ്ട്രഗിൾസിൻ്റെ മധ്യത്തിൽ തന്നെ ആയിരിക്കും. ഈ പറയുന്ന സഹോദരന്മാർക്ക് കുളിച്ച് പൊട്ടും തൊട്ട് അവർ വന്ന് അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ, ഈ പൊട്ടും തൊട്ടും എന്ന് പറയുന്നത് ഇനി പതിക്കറി പിടിക്കണ്ട കേട്ടോ, ഞാനൊരു നാട്ടു വർത്താനം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു പോയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ കുളിച്ചൊരുങ്ങി അവരവിടെ അങ്ങനെ വന്ന് നിന്നിട്ട് ഇവിടെ ഒരു തയ്യാറെടുപ്പ് ഇല്ലാത്ത ഒരുത്തനെ വിളിച്ചുകൊണ്ട് വന്ന് അഭിഷേകം ചെയ്യുമ്പോൾ ഉള്ളിൽ പക വരുവോ ഇല്ലയോ? പക വരും. ഉള്ളിൽ മുറുമുറുപ്പ് വരുവോ ഇല്ലയോ? മുറുമുറുപ്പ് വരും. ഉള്ളിൽ അസൂയ വരുമോ ഇല്ലയോ? അസൂയ വരും. ഒരു കുന്തം എടുത്തൊരു ഒറ്റ ഏറ് കൊടുക്കാമെന്ന് തോന്നുവോ ഇല്ലയോ? തോന്നും. പക്ഷേ കേൾക്ക്, ഇങ്ങനെയുള്ള എതിരാളികളുടെ മധ്യത്തിൽ തന്നെയാണ് ദൈവം ഒരു മനുഷ്യനെ അനോയിന്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും നല്ല അഭിഷേകമുള്ളൊരു വ്യക്തിയാണ് താങ്കൾ എന്ന് ഞാൻ പറയുന്നു. ഇതിനകത്ത് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കൂടുന്നതിൽ ഏറ്റവും വലിയ അഭിഷേകമുള്ളൊരു വ്യക്തിയാണ് താങ്കൾ എന്ന് ഞാൻ പറയുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇത്രയും വലിയ അഭിഷേകം നിങ്ങൾ എങ്ങനെ സ്വന്തമാക്കി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും എന്നോട് പറയാനൊക്കത്തില്ല. ഞാൻ ജോൺ അനോസിക്കയുടെ മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ അനോയിൻറ്റിങ് പ്രാപിച്ചു. ഊബർട്ട് ഏഞ്ചലിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ കൈവച്ച് അനോയിൻറ്റ് ചെയ്തു. നിങ്ങൾ എന്നോട് പറയാം, എൻ്റെ പാസ്റ്ററെ അതിന് പ്രത്യേകിച്ച് ഒരു പോംവഴി, അതിന് പ്രത്യേകിച്ച് ഒരു ഷോർട്ട് കട്ടും ഇല്ലായിരുന്നു. അങ്ങ് കഷ്ടതയും സഹിഷ്ണുതയും സഹനങ്ങളും തന്നെ ആയിരുന്നു. ആ സമയത്തൊക്കെ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിക്കുകയും ധ്യാനിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എപ്പോഴൊക്കെയോ എൻ്റെ മേൽ ദൈവം ഇങ്ങനൊരു വരമിട്ടു, എപ്പോഴൊക്കെയോ ഇങ്ങനൊരു ശക്തി പകർന്നു, എപ്പോഴൊക്കെയോ ഇങ്ങനൊരു വിശ്വാസം എൻ്റെ മേൽ അങ്ങ് തന്നു. അത് എപ്പോൾ, ഏത് നാളിൽ, ഏത് നാഴികയിൽ ഞാൻ അറിയുന്നില്ല. നിങ്ങളങ്ങനെ പറയത്തുള്ളൂ. എപ്പോഴാണ് ഏറ്റവും നല്ല അഭിഷേകം നമ്മുടെ മേൽ വീഴുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോഴാണ്. ഇന്ന് പ്രശ്നങ്ങൾ ഇതുപോലെ സഹോദരന്മാരെ പോലെ നിരന്ന് നിൽക്കുന്നില്ലേ നമ്മുടെ ലൈഫിൽ? അഭിഷേകം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. വചനം പഠിക്കാഞ്ഞിട്ടാണോ? അല്ല. പാപം ചെയ്തിട്ടാണോ? അല്ല. പാപികളല്ലെന്നല്ല, പാപം ചെയ്യാഞ്ഞിട്ടും അല്ല. ആണോ? അല്ല. പക്ഷേ സഹോദരന്മാർ നിരന്ന് നിൽക്കുന്നത് പോലെ നമ്മുടെ കൂടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതിൻ്റെ മധ്യത്തിൽ നമ്മുടെ മേൽ ദൈവം പകരുന്ന ഒന്നാണ് സൊല്യൂഷന് മുമ്പേ അനോയിൻറ്റിങ്. In the name of Jesus, എൻ്റെ മേൽ ദൈവം അഭിഷേകം പകരാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒറ്റ മോന, എൻ്റെ ഭാര്യ രേഷ്മ അവളുടെ അമ്മയ്ക്ക് ഒറ്റ മോള. ഞാൻ നേരത്തെ സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ റിലേഷനിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരുടെ മേലും അഭിഷേകം, ഏറ്റവും നല്ല അഭിഷേകം എപ്പോഴാണ് വീണതെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെപ്പോലെ നിരന്നു നിന്ന നിരവധി പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ്. ആരുമില്ലായിരുന്നു ഞങ്ങൾക്ക് അഭിഷേകം അല്ലാതെ.
ആരും ഇല്ലായിരുന്നു ഞങ്ങളെ ഒന്ന് ഉപദേശിക്കാൻ, അഭിഷേകം അല്ലാതെ. ആരും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അഭിഷേകമല്ലാതെ. അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചു, അറിയാവുന്ന പോലെ കരഞ്ഞു, അറിയാവുന്നതുപോലെ എന്തൊക്കെയോ ചെയ്തു, അഭിഷേകമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ ഇത്രയും വലിയ പ്രശ്നം. ഏറ്റവും കൂടുതൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഈ കർത്താവ് ഇതിൽ നിന്നൊന്ന് വിടുവിച്ചായിരുന്നെങ്കിൽ ഇന്നതുപോലെ ദൈവകാര്യത്തിന് വേണ്ടി ചെയ്യായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ചിന്ത. എന്നാൽ ഇന്ന് ബൈബിൾ ദൈവം പഠിപ്പിച്ചു തരുമ്പോൾ, ബൈബിൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, വെളിപ്പാടുകളിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: മോനെ, നീ ഏതൊക്കെ സമയങ്ങളിൽ പ്രാർത്ഥിച്ചോ ആ സമയത്തെല്ലാം നിൻ്റെ അഭിഷേകത്തിൽ അപ്ഡേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മോനെ, അഭിഷേകം ഇല്ലാഞ്ഞിട്ടല്ല സുഹൃത്തെ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാത്തേ. അഭിഷേകം ഇല്ലാഞ്ഞിട്ടോ പാപം ചെയ്തിട്ടോ ദൈവ തേജസ്സും സാന്നിധ്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടോ ദൈവം എഴുതി തള്ളിയിട്ടോ ഒന്നുമല്ല പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ലാത്തതും. അഭിഷേകം നമ്മുടെ മേൽ കിടക്കുന്നത് കൊണ്ട് ഒരു ക്വസ്റ്റ്യനെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യന് നമ്മളിങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-13 വായിക്കുമ്പോൾ, അടുത്ത അഭിഷേകം ചെയ്യപ്പെട്ട അടുത്ത സെക്കൻഡിൽ അദ്ദേഹത്തെ രാജാവായി വാഴിച്ചോ? ഇല്ല. ഞാൻ ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കി, ആ സെക്കൻഡ് മുതൽ മര്യാദയ്ക്ക് കാട്ടിൽ ചെന്ന് മാങ്ങയും തിന്ന് ആടിനെ നോക്കി നടന്നാൽ മതിയായിരുന്നു. പക്ഷേ ആ സെക്കൻഡ് മുതൽ കാട്ടിക്കിടന്ന് സിംഹത്തെയും കരടിയെയാണ് ഫേസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, തിരിച്ചു സംസാരിക്കാത്ത, എതിർവാ പറയാത്ത, അടിക്കാൻ കൈയോങ്ങാത്ത സിംഹത്തെയും കരടിയെയും ഒക്കെയാണ് അദ്ദേഹം ഫേസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, ഇവിടെ വന്നിട്ട് തോളത്ത് കൈയിട്ട് ചെവി കടിക്കുന്ന മനുഷ്യരെയാണ് ദാവീദ് അനോയിന്റിങ്ങിന്, അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അല്ലേ? മറ്റേത് നമ്മൾ ഈ സാന്നിധ്യത്തിലേക്ക് വരുന്നതിന് മുന്നേയും, ദൈവകൃപ കൂടുതലായി അനുഭവിക്കുന്നതിന് മുന്നേയും, കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേയും ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് മുന്നിൽ വന്നതെങ്കിൽ, കൂടുതൽ ഉപവസിക്കുകയും കൂടുതൽ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും കൂടുതൽ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ശുഷ്കാന്തിയോടെ നിൽക്കുകയും കൂടുതൽ ദൈവനാമത്തിന് വേണ്ടി സാമ്പത്തികമായി ചെലവിടുകയും കൂടുതൽ ട്രാക്റ്റ് കൊടുക്കുകയും കൂടുതൽ ജനത്തെ ക്രിസ്തുവിന് വേണ്ടി നേടുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ പ്രതിരോധങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ശരിയല്ലേ? പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ്, അതൊരു നെഗറ്റീവ് സൈനായിട്ട് കാണരുത്, അതൊരു പോസിറ്റീവ് സൈനായിട്ട് കാണുക. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കിക്കോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായി, ഞാൻ ചില ദിവസങ്ങളിൽ നിങ്ങളെ വളരെ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ഗോഡ്സ് പ്രസൻസിൽ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ ഞാൻ വല്ലാതെ സ്ട്രഗിൾസ് അനുഭവിക്കാറുണ്ട്. ചില വിഷയങ്ങളിൽ, ചില കാര്യങ്ങളിൽ സ്ട്രഗിൾസ് അനുഭവിക്കാറുണ്ട്. പക്ഷേ ആ സമയം ദൈവം എനിക്ക് പറഞ്ഞു തരുന്ന ഒരു റെമഡിയാണിത്. മോനെ, നീ എന്തോ ഈ മനസ്സിലാക്കുന്നേ? നീ ഇന്നലെ ഡീൽ ചെയ്തത് ചെറിയ കാര്യത്തോടല്ല. നമുക്കൊരു മീറ്റിംഗ് കഴിയുമ്പോൾ ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ ത്രൂ ഔട്ട് വരാറുണ്ട്. ബ്ലെസ്സഡ് ആയിരുന്നു. ചിലർ അവരുടെ അനുഭവങ്ങൾ പറയും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മൾ ടങ്സ് പ്രെയർ നടത്തി കഴിഞ്ഞപ്പോൾ ചിലർ തുടങ്ങിയപ്പോൾ മുതൽ വോമിറ്റിംഗ് ആണ്. ചിലർക്ക് കഴിഞ്ഞപ്പോൾ തല പൊക്കാൻ വയ്യ, ഭയങ്കര തല കെട്ടി വെച്ചേക്കുന്ന പോലെ വേദന. പിന്നെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഫ്രീ ആക്കിയതിന് ശേഷമാണ് ഞാൻ കിടന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസം സ്ട്രഗിൾസ് ഉണ്ടായി. പല തരത്തിലുള്ള പല കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, മോനെ, നീ എന്തുവാടാ ഈ പറയുന്നത്? നീ ഇന്നലെ ആരെയാണ് നീ ഡീൽ ചെയ്തേ? നീ ഇന്നലെ ഒരു വ്യക്തിയല്ല നീ ശുശ്രൂഷിച്ചേ, നീ ഇന്നലെ 100 കണക്കിന് വ്യക്തികളെ നീ ശുശ്രൂഷിച്ചു. അവരെ എല്ലാം നീ സാത്താൻ്റെ കയ്യിൽ നിന്ന് നീ വിടുവിച്ചു. സോ നിനക്ക് നേരെ പ്രതിരോധം ഉണ്ടാകത്തില്ലേ? പക്ഷെ ഞാൻ നിൻ്റെ മേൽ അധികമായത് വെച്ചിരിക്കുന്നു, നിൻ്റെ മേൽ അധികമായത് പകർന്നിരിക്കുന്നു. നിനക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രെങ്ത് ഞാൻ നിൻ്റെ മേൽ നിക്ഷേപിച്ചിരിക്കുന്നു. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ അനോയിൻ്റ് ചെയ്തതിന് ശേഷം ഈ മനുഷ്യൻ നേരെ നിൽക്കേണ്ടി വന്നത് ഫെലിസ്ത്യൻ്റെ മുമ്പിലാണ്. ചിന്തിക്കുക, നമ്മളിങ്ങനെ ദാവീദ്, ഗോലിയാത്ത്, കല്ല്, കവണ പറഞ്ഞു പോകുമ്പോൾ സാഹചര്യം ചിന്തിക്കുക. അദ്ദേഹം ആ ബാലനായ മനുഷ്യൻ, ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങളൊരു 55-65 വയസ്സിൽ നിങ്ങൾ പുതിയ ഒരു അഭിഷേകം പ്രാപിക്കുന്നതിനേക്കാൾ സ്ട്രഗിളാണ്
നിങ്ങളൊരു 30 വയസ്സിലോ 35 വയസ്സിലോ 28 വയസ്സിലോ 25 വയസ്സിലോ നിങ്ങളൊരു അഭിഷേകം പ്രാപിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് റിസൾട്ടും നല്ല റിസൾട്ടുകളായിരിക്കും. കാരണം അത്രയും നേരത്തെ നിങ്ങൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും വെല്ലുവിളികൾ ഉണ്ടാകും, പക്ഷെ നിങ്ങൾക്ക് അത്രയും സക്സസ് റേഷ്യോ വർദ്ധിക്കും. നിങ്ങളുടെ അനോയിൻറ്റിങ്ങിൻ്റെ ലെവൽ, നിങ്ങളുടെ സ്പിരിച്വൽ റാങ്കിങ് അത്രത്തോളം ഉയരും. എന്ന് പറഞ്ഞ് 60-65 വയസ്സുള്ള ഒരമ്മ അഭിഷേകം പ്രാപിച്ചിട്ട് അവർക്ക് സ്പിരിച്വൽ റാങ്കിങ് ഉണ്ടാകത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. അത്രയും നേരത്തെ നിങ്ങൾ ബാറ്റിൽ ഫേസ് ചെയ്യുന്നവരാണ്, അത്രയും നേരത്തെ നിങ്ങൾ സ്പിരിച്വൽ വാർഫെയർ നടത്തേണ്ടവരാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. 60 വയസ്സിൽ ഒരമ്മ അഭിഷേകം പ്രാപിച്ചാൽ, അല്ലെങ്കിൽ ഒരു പിതാവ് അഭിഷേകം പ്രാപിച്ചാൽ, അവർ 25 വയസ്സിൽ പ്രാപിച്ച വ്യക്തി എന്ത് ആദ്യം അനുഭവിച്ചോ അത് അവർ 60 വയസ്സിൽ അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. ഇതുപോലെ സക്സസ് റേഷ്യോ നിങ്ങൾക്ക് ഇല്ല എന്നല്ല. സോ ഇവിടെ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം ആ മനുഷ്യൻ നേരെ നിൽക്കേണ്ടി വരുന്നത് ഫെലിസ്ത്യരുടെ മുമ്പിലാണ്. കാട്ടിലാണെങ്കിൽ കരടിയെ, ആയുധമില്ലാത്ത, ബോംബ് കയ്യിലില്ലാത്ത, കൂടെ നിരന്ന് നിന്ന് തൂത്തുവാരിയിട്ട് അടിക്കാൻ പരിചാരകരില്ലാത്ത ഒരു സിംഹം, ഒരു കരടി, അതിനെയൊക്കെ ഫേസ് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ നീണ്ടു നിൽക്കുന്ന മനുഷ്യന് നേരെയാണ് അഭിഷേകം പ്രാപിച്ചവനെ ദൈവം കൊണ്ട് നിർത്തുന്നത്. പർപ്പസ്ഫുള്ളി ദൈവം കൊണ്ട് നിർത്തുന്നത്. ഞാൻ ദൈവാത്മാവിൽ സംസാരിക്കട്ടെ. അഭിഷേകം പ്രാപിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് കൂട്ടുകാരൻ ദ്രോഹിയായി മാറിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഒരു പായിൽ ഉറങ്ങി ഒരു പാത്രത്തിലുണ്ടെന്നവരെ പോലെ ജീവിച്ചു കൊണ്ടിരുന്ന ചില വ്യക്തികൾ പെട്ടെന്ന് ശൗലിൻ്റെ നിറം മാറിയതുപോലെ നിങ്ങൾക്ക് നേരെ നിറം മാറിയത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, എന്തുകൊണ്ടാണ് മറ്റാർക്കും ഇല്ലാത്തതുപോലെ മനുഷ്യർ എനിക്ക് ശത്രുക്കളായി മാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ, ഇന്ന് ഈ വചനാടിസ്ഥാനത്തിൽ ദൈവാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദാവീദും ഏലിയാവിനെ കുറിച്ച് പറയുന്നത് പോലെ ദാവീദും നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ, സമമാകുന്ന അനുഭവത്തിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യൻ. ഈ അഭിഷേകമുള്ളവർക്കെല്ലാം എപ്പോഴും ശത്രുവിൻ്റെ മുഖം മനുഷ്യൻ്റെ മുഖമായിരിക്കും. അഭിഷേകം വർദ്ധിക്കുന്നവർക്കെല്ലാം, അഭിഷേകം ഇടുന്നവർക്ക് ദൈവം ചില കഴിവുകൾ കൊടുക്കും, അഭിഷേകം പകരുന്നവർക്ക് ദൈവം ചില കഴിവുകൾ കൊടുക്കും. ചിലർ ആ കഴിവ് പ്രയോജനപ്പെടുത്തും, ചിലർ ആ കഴിവ് തിരിച്ചറിയാതിരിക്കും. അഭിഷേകം, ഇത് കേട്ടോ, നിങ്ങളുടെ മേൽ ദൈവം ഒരു അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒന്നും അതിലധികവും കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ചിലർക്ക് പാടാൻ, ചിലർക്ക് എഴുതാൻ, ചിലർക്ക് വരയ്ക്കാൻ, ചിലർക്ക് സഹായം ചെയ്യാൻ, ചിലർക്ക് പ്രാർത്ഥിക്കാൻ, ചിലർക്ക് പ്രസംഗിക്കാൻ, ചിലർക്ക് വെളിപ്പാട് കാണാൻ, പ്രവചിക്കാൻ, അങ്ങനെ പല 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 ഗിഫ്റ്റുകൾ കർത്താവ് കൊടുക്കും. ചിലർ അറിയും, ചിലർ അതറിഞ്ഞാലും അറിയാത്ത പോലെ ഇരിക്കും. ചിലർ വ്യാപാരം ചെയ്യും, ചിലർ കുഴിച്ചിടും. എന്നാൽ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ അത് കുഴിച്ചിട്ടില്ല. അതാണ് ആ മനുഷ്യനെ ദൈവരാജാവായി വാഴിക്കാൻ കാരണം. ഞാൻ ആരോടോ ദൈവാത്മാവിൽ പറയുന്നു, ദൈവം നിങ്ങളുടെ മേൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ചില ദൗത്യങ്ങൾ, ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ചില കർത്തവ്യങ്ങൾ, ദൈവം നിങ്ങളെ അറിയിച്ച ചില കാര്യങ്ങൾ ഇന്നും നിങ്ങൾ ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ തൂക്കിയിട്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അതിലോട്ടൊന്ന് തിരിയാൻ. ദൈവം നിനക്ക് തന്ന എന്തോ ചില അരുളപ്പാടുകളുണ്ട്, ദൈവം നിങ്ങൾക്ക് തന്ന എന്തോ ചില വചനങ്ങളുണ്ട്, ദൈവം നിങ്ങളുടെ ഉള്ളിൽ എഴുതിയ എന്തോ ചില കൽപ്പനകളുണ്ട്, എഴുത്തുകളുണ്ട്. നിങ്ങൾ അതിനെ മാറ്റി തൂക്കിയിട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ അതിനെ മാറ്റി വെച്ചിരിക്കുന്നെങ്കിൽ, നീ ആദ്യം തിരിയേണ്ടത് നിന്റെ ദൗത്യത്തിലേക്കാണ്, നിങ്ങൾ ആദ്യം തിരിയേണ്ടത് നിങ്ങളുടെ വിളിയിലേക്കാണ്, നിങ്ങൾ ആദ്യം തിരിയേണ്ടത് ദൈവമുഖത്തേക്കാണ്. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ ഓപ്പൺ ആകത്തുള്ളൂ. ഫിലിസ്ത്യൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ മേല, വീണ്ടും ഒരു കരടിയുടെ മുന്നേ എന്നെ കൊണ്ട് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവൂല. ഇവിടെ ഒരു വലിയ ഇസ്രായേൽ ദേശം മുഴുവൻ നടുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ബാലനെയാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ സമർത്ഥന്മാർ നിരന്ന് നിൽക്കുമ്പോഴും സമർത്ഥന്മാർക്ക് കഴിയാത്ത പല കാര്യങ്ങളും ചില സമയമെങ്കിലും ദൈവം നിങ്ങളിലൂടെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കാരണം. സമർത്ഥന്മാരുടെ മേലില്ലാത്തത് നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് പലർക്കും ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും അവരെല്ലാം പോസ്റ്റ് പോലെ നിൽക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ പറയിച്ചതിൻ്റെയും ചെയ്യിച്ചതിൻ്റെയും പിന്നിലെ കാരണം ഇത്രയേ ഉള്ളൂ.
അവരെ മേലില്ലാത്ത ഒന്ന് നിങ്ങളുടെ മേലുണ്ട്. പലർക്കും തോന്നാമായിരുന്നിട്ടും ആർക്കും തോന്നാതെ നിങ്ങൾക്ക് ചില പ്രത്യേകമാകുന്ന തോന്നലുകൾ ഉണ്ടായതിൻ്റെ പിന്നിൽ, ദർശനങ്ങൾ വന്നതിൻ്റെ പിന്നിൽ, ഇഷ്ടങ്ങൾ തോന്നിയതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ: അവർക്കില്ലാത്ത ഒന്ന് നിങ്ങളുടെ മേലുണ്ട്. ഇസ്രായേലിലെ ശൗൽ അടക്കമുള്ളവർ ഭയപ്പെട്ട് നിന്ന സന്ദർഭത്തിലാണ് ബാലനായ ഒരു മനുഷ്യൻ അഭിഷേകത്തിൻ്റെ ബലത്തിൽ എഴുന്നേറ്റ് പറഞ്ഞത്, ഞാൻ ഡീൽ ചെയ്യാന്ന്. ഇന്ന് ആത്മാവ് ആരോടോ പറയുന്നു, പലർ ഒഴിഞ്ഞു മാറി വെച്ചിരിക്കുന്ന ചില ദൗത്യങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുവാണ്. പലർ ഒഴിഞ്ഞിട്ടിരിക്കുന്ന ചില മേഖലകൾ കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുവാണ്. പലർ കോർണർ ചെയ്തിട്ടിരിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ കൈകൊണ്ട് തൊടുകയാണ്. പലർ മൈൻഡ് ചെയ്യാത്ത വ്യക്തികളെ ഇന്ന് ദൈവം ഓർക്കാൻ പോവുകയാണ്. ദാവീദ് ഇവിടെ 16-ാമത്തെ അധ്യായത്തിൽ തന്നെ 32-ാമത്തെ വാക്യത്തിൽ ശൗലിനോട് പറയുന്ന കാര്യം, രാജാവിനോട് ഒരു ബാലൻ പറയുന്നു. അങ്ങനെയാണ് പറയണ്ടേ. ശൗൽ രാജാവാണ്. രാജാവിനോട് ഒരു ബാലൻ വന്ന് പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? ദാവീദ് ശൗലിനോട്, ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മളെ മനുഷ്യർ നോക്കുന്നത് നമ്മുടെ നിറം, നമ്മുടെ ഫിഗർ, നമ്മുടെ ഡ്രസ് കോഡ്, പിന്നെ നമ്മുടെ സംസാര രീതി, ഇതൊക്കെ വെച്ചാണ് പുള്ളി കൊള്ളാം കൊള്ളില്ല ഇത് വിധിക്കുന്നത്. സുഹൃത്തെ, പ്രത്യേകത എന്താണെന്നറിയാമോ? തമ്പുരാൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ആർക്കും കാണാൻ പറ്റത്തില്ല. അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതാർക്കും കാണാൻ പറ്റത്തില്ല. കണ്ടിരുന്നെങ്കിൽ അതും കൂടെ അടിച്ചുകൊണ്ട് പോയി പണയം വെച്ചേനെ. ദൈവം അതങ്ങനെ തന്നെ നൽകിയത് മതി. കാരണം കൂടെ നിൽക്കുന്നവനെ മെല്ലെ അടിച്ചുകൊണ്ട് പോവും, പ്രയോജനമുള്ളവനെ ഇവിടുന്ന് അടിച്ച് അപ്പുറത്തെ ഗ്രൂപ്പിൽ കൊണ്ടിടും, കൃപയുള്ളവനെ അടിച്ചുകൊണ്ട് പോയി അഭിഷേകം നഷ്ടപ്പെടുത്തും. ഈ അഭിഷേകം കൂടെ കാണത്തക്ക രീതിയിൽ പതിച്ചു വെച്ചെങ്കിൽ അതും കൂടെ അടിച്ചുകൊണ്ട് പോയി പണയം വെച്ചേനെ. അപ്പം തമ്പുരാൻ അത് അങ്ങനെയൊന്നും അല്ലാതെ ഇങ്ങനത്തെ രീതിയിലാക്കിയതും മതി. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ ശൗൽ എന്ന് പറയുന്ന രാജാവ് കൈയും കെട്ടി ഈ ബാലൻ ഹീവൻ എന്തു ബാലിശമായി പറയുന്നേ. അടുത്തൊരു വാക്കിതാണ്, അവരോട് പൊരുതാൻ നീ പോരാ. എവിടെ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞോ, നമ്മളത് മനസ്സിൽ കൊണ്ട് വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതും. എവിടെ നിന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞോ, ഉടൻ ദൈവം ബുക്ക് എടുക്കുക എഴുതും. എവിടെ നീയൊന്നും പോരടേ എന്ന് പറയുന്നോ, അവിടെ ദൈവം അത് ബുക്കിൽ എഴുതും. എവിടെ നിന്നെ കൊണ്ടോ ഇത് ചെയ്യാൻ പോയി, നിന്നേക്കാൾ കേമൻ വന്നിട്ട് നടന്നില്ല പിന്നല്ലേ നീ എന്ന് പറയുന്നോ, തമ്പുരാൻ അത് ബുക്കിൽ എഴുതും. എന്തിനാണെന്നറിയാമോ? അടുത്ത എണ്ണ പ്രിപ്പയർ ചെയ്യാനാ. അടുത്ത എണ്ണ പ്രിപ്പയർ ചെയ്യാനാ. എന്തിനാ? എൻ്റെ മേലൊന്ന് പകരാൻ. എവിടെ എന്ത് കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ജനം വെല്ലുവിളിച്ചോ, ഇന്ന് ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, എവിടെ നിന്നെ ഒന്നും കൊണ്ട് 3 ദിവസത്തിനപ്പുറം ഇതൊന്നും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെടുത്ത് തമ്പുരാൻ ഇത് 5.5 വർഷം കൊണ്ട് ഈ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ആര് വലിഞ്ഞു കയറാനാ എന്ന് ചോദിച്ച സ്ഥാനത്ത് ആയിരക്കണക്കിനും 10,000-കണക്കിനും ലക്ഷക്കണക്കിനും ജനം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിന് സാക്ഷികളാകാൻ ദൈവാത്മാവ് 4 ദിക്കിൽ നിന്നും കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ, ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങളെ ചിലടത്തൊക്കെ വിലമതിക്കാത്തതും, നിങ്ങളെ ചിലടത്തൊക്കെ ഇകഴ്ത്തിയതും, നിങ്ങളെ ചിലരൊക്കെ തിരസ്കരിച്ചതിൻ്റെയും പിന്നിൽ ദൈവത്തിനൊരു മെഗാ പദ്ധതി ആവിഷ്കരിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് മാത്രം കണ്ടാൽ മതി. നിന്റെ ജീവിതം മാറുന്നൊരു അഭിഷേകം, നിന്റെ പേരുദോഷം മാറുന്നൊരു അഭിഷേകം, നിന്റെ കഷ്ടപ്പാടുകൾ നീക്കുന്നൊരു അഭിഷേകം, നിന്നെ ജനത്തിന്റെ മുമ്പിൽ, സഹോദരന്മാരുടെ മുമ്പിൽ, രക്തബന്ധങ്ങളുടെ മുമ്പിൽ ഒരു സ്പെഷ്യലായി വിളിച്ചു വേർതിരിച്ചതുപോലെ, സ്പെഷ്യലായി ഒരു ഭാഷ നിന്റെ നാവിൽ തന്നതുപോലെ, സ്പെഷ്യലായ ഒരു പ്രാർത്ഥന നിങ്ങളെ ഏൽപ്പിച്ചതുപോലെ, സ്പെഷ്യലായ ഒരു ദൗത്യം ഏൽപ്പിച്ചതുപോലെ, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെ അവരുടെ മുമ്പിൽ ദൈവം സ്പെഷ്യലായി കാണിക്കുന്ന ഒരു സീസൺ ഇന്നത്തെ മീറ്റിംഗിലൂടെ സ്വർഗം ഓപ്പൺ ആക്കുകയാണ്. Glory. Lebro shagredima antalo. അവരോട് പൊരുതാൻ നിനക്ക് പ്രാപ്തിയില്ല. മനുഷ്യൻ കേട്ടും കേൾക്കാതെയും നിങ്ങളുടെ മുമ്പിൽ, നിങ്ങൾ കേട്ടും കേൾക്കാതെയും ഒരുപക്ഷെ പുരയ്ക്കകത്തു വെച്ചോ
അങ്കണത്തിൽ വെച്ചോ അവൻ ഒന്നിനും പ്രാപ്തിയില്ലാത്തവനാന്ന്, കഴിവില്ലാത്തവനാന്ന്, കുറഞ്ഞവനാന്ന്, തകർന്നവനാന്ന്, ശപിക്കപ്പെട്ടവനാന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെച്ചു പറഞ്ഞത് പലപ്പോഴും പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുന്ന എൻ്റെ കാതിൽ കേൾക്കണമെന്നില്ല. എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഞാൻ കേൾക്കാതെ പലരും പലയിടത്ത് വെച്ച് പലതും പറഞ്ഞിട്ടുണ്ടാകാം എനിക്കെതിരായി. പക്ഷേ പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുകയും ജീവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ അതൊന്നും കേൾക്കണമെന്നില്ല. പക്ഷേ ദിനവും വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം സകലതും കേൾക്കുന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ട്, എവിടെയൊക്കെയോ ആരൊക്കെയോ പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ വാക്ക് കേട്ടതുകൊണ്ട് ഇന്ന് നിങ്ങളെ പലതിൻ്റെയും ഉടമയാക്കി ദൈവം നിർത്തിയിരിക്കുന്നത്. പലരുടെയും മേലില്ലാത്തൊരു സ്പെഷ്യൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ടിട്ട് ദൈവം നിങ്ങളെ മാനിച്ചേക്കുന്നേ. ഇവിടെ പ്രാപ്തിയില്ല എന്ന് പറയുമ്പോഴും അദൃശ്യമായി ഈ മനുഷ്യന്റെ ആത്മാവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഭിഷേകത്തെ ശൗൽ എണ്ണുന്നില്ല, കാണുന്നില്ല. പകരം ശൗല് നോക്കുന്നത് ഇവൻ ആയുധമുണ്ടോ, ഇവന്റെ കയ്യിൽ വാളുണ്ടോ, കുന്തമുണ്ടോ, രഥമുണ്ടോ, ഇവന്റെ മേൽ പടച്ചട്ടയുണ്ടോ, ഇതൊന്നും കാണത്തക്ക കണ്ണിൽ ശൗലിന് കാണാൻ കിട്ടാത്തത് കൊണ്ട് പറഞ്ഞു, നിനക്ക് പ്രാപ്തിയില്ല, മാറി നിൽക്ക്. അവൻ്റെയൊക്കെ ബൂട്ടിന്റെ തുമ്പ് കൊണ്ടാ മതി നീയൊക്കെ അരഞ്ഞു പോകാൻ, മാറി നിൽക്ക്. കാരണം ഇവിടെ ആ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, ഏകദേശം 9 ഇഞ്ച്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇതിനകത്ത് വേറൊരു അളവാണ് പറഞ്ഞേക്കുന്നത് ഫെലിസ്ത്യരെ കുറിച്ച്, ഗോലിയാത്തിനെ കുറിച്ച്. എന്നാൽ ഏകദേശം 9 അടിക്ക് മുകളിൽ, അടി പറയാണ്, ഫീറ്റ് പറയുകയാണെങ്കിൽ 9 അടിക്ക് മുകളിൽ ഉയരമുള്ള ഒരു മനുഷ്യനായിരുന്നു ഗോലിയാത്ത്. എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ നിന്നിട്ട് ഉയർന്ന പർവ്വതത്തെ നോക്കുന്നത് പോലെ നമ്മൾ നോക്കണമെന്നർത്ഥം. പക്ഷേ ആ മനുഷ്യനെയാണ് ദാവീദ് ഡീൽ ചെയ്തത്. ഞാൻ അവിടെ കൊണ്ട് അതങ്ങ് നിർത്തുകയാണ്. ഇനി ഞാൻ ദാവീദിലേക്കും ഗോലിയാത്തിലേക്കും പോകുന്നില്ല. അഭിഷേകമുള്ള മനുഷ്യർ പരീക്ഷിക്കപ്പെട്ടതിന് നമുക്ക് പരാമർശിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പേരാണ് ദാവീദ്. തീർന്നോ? തീർന്നില്ല. ഗോലിയാത്തിനെ നേരിട്ടു. അടുത്ത പ്രശ്നം തുടങ്ങുകയാണ്. എവിടെ? ദാവീദോ 1000 കൊന്നു, ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്നുള്ള പാട്ടും കച്ചേരിയൊക്കെ തുടങ്ങിയപ്പോൾ ആദരിച്ച ശൗൽ എന്ന് പറയുന്ന രാജാവ് തന്നെ ദാവീദിന് എതിരായി മാറി. അപ്പോ സ്നേഹിച്ച് പട്ടും വളയും കൊടുത്ത വ്യക്തി തന്നെ, സ്നേഹിച്ച് കൂടെ നിർത്തിയ വ്യക്തി തന്നെ അഭിഷേകമുള്ളവനെ കൊല്ലാൻ തീരുമാനിച്ചു. ഞാൻ എന്തുകൊണ്ട് ഇത്ര സൈലന്റ് ആയിട്ട് ഇത്ര മെല്ലെ പറഞ്ഞു പോകുന്നതെന്നറിയാമോ? നമ്മുടെ ജീവിതവുമായിട്ട് ഇത് ഭയങ്കര ബന്ധമുണ്ട്. നമുക്ക് ഈ ദാവീദും ഗോലിയാത്തും അഭിഷേകവും കേൾക്കുമ്പോൾ നമുക്കൊരു ആവർത്തന വിരസത തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനകത്ത് കിടക്കുന്ന കഴമ്പ് ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല, ഇതിനകത്ത് കിടക്കുന്ന മർമ്മം ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ലെന്ന് പറയാം. ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഒത്തിരി പറയാനുണ്ട്. നിങ്ങൾ ഓർത്തു നോക്ക്, അഭിഷേകം പ്രാപിക്കുന്നതിന് മുന്നേ ജീവിതം സുഖമല്ലായിരുന്നോ? കാട്ടിപ്പാം, ആടുകളെ നോക്കിയാൽ മതി, കഴിക്കാൻ കിട്ടും, സിംഹത്തെയും കരടിയും ഡീൽ ചെയ്താൽ മതി, അസൂയാലുക്കളില്ല, പ്രശ്നമില്ല, ഒന്നുമില്ല, ഒരു കവണയും കല്ലും കൊണ്ടങ്ങ് നടന്നാൽ മതി, ഒന്നുമില്ല. പക്ഷേ അഭിഷേകം വീണതിന് ശേഷം താൻ ചെയ്യേണ്ടി വരുന്ന റെസ്പോൺസിബിലിറ്റീസും താൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസും വളരെ ഡിഫറൻ്റ് ആണ്. പഠിപ്പിക്കുകയാണ് ദൈവം. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുക, ഗോലിയാത്തിന് സമമായ പ്രശ്നം കൊണ്ട് നമ്മുടെ മുമ്പിൽ ദൈവം നിർത്തിയാലും കുഞ്ഞെ, കാഴ്ചക്കാർക്ക് നമ്മുടെ കയ്യിൽ ഒരു കല്ലും കവണയും മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ആ കവണയും കല്ലും എൻ്റെ കയ്യിൽ എടുക്കാൻ തോന്നിച്ച ദൈവമാണ് വിശ്വസ്തൻ. അല്ലേ? ഞാനൊരു യുദ്ധമാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ എല്ലാ സംവിധാനങ്ങളും ദാവീദിന് കൊടുത്തു. പക്ഷെ ദാവീദ് പറഞ്ഞു, ഇതൊന്നും നമ്മുടെ ബോഡിക്ക് സ്യൂട്ട് ആകത്തില്ല യജമാനനെ, ഇതൊക്കെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, ഇതൊന്നും എൻ്റെ ബോഡിക്ക് പറ്റത്തില്ല, ഇതൊന്നും ഇട്ട് നടന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഇതൊക്കെ സുരക്ഷിതമായിട്ടിരിക്കട്ടെ, അങ്ങേക്ക് ഇനി അടുത്ത യുദ്ധത്തിന് പോകുമ്പോൾ യൂസ് ചെയ്യാം, എനിക്ക് വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞ് തോട്ടിൽ നിന്ന് 5 മിനിസമുള്ള കല്ലെടുക്കാൻ തോന്നിയതും കവണ കയ്യിലെടുക്കാൻ തോന്നിയതും ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകതയാണ്. ലോകക്കാർ ജയിക്കാൻ വേണ്ടിയും പല സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയും ലോകത്തിലുള്ള പലതിനെ ആശ്രയിക്കും. പക്ഷേ ദൈവകൃപയും അഭിഷേകവും ചുമക്കുന്ന മനുഷ്യൻ ദൈവികമായ ആയുധത്തിൽ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. ഒന്നുകൂടെ പറയാം, ലോകക്കാർ സമാധാനത്തിനു വേണ്ടി,
ബന്ധങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടി, സമ്പത്ത് കൂടുതൽ കിട്ടാൻ വേണ്ടി, ബിസിനസ് കൂടുതൽ കിട്ടാൻ വേണ്ടി, അവരുടെ കാര്യസാധ്യത്തിനു വേണ്ടി അവർ ലോകപ്രകാരമുള്ള പല ആയുധങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ, പലതിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തെ അറിഞ്ഞവൻ അവരെ പോലല്ല, അവൻ വേറിട്ട് ചിന്തിക്കും. എല്ലാവരും കളിയാക്കി കാണും, കല്ലോ കവണയോ. പക്ഷേ കല്ലിലും കവണയിലും അല്ല മോനെ. ലോകം കല്ലും കവണയെ കാണുന്നുള്ളൂ. നമ്മളെടുക്കുന്ന ഈ പുസ്തകം കണ്ടിട്ട് ബൈബിളോ, പ്രാർത്ഥനയോ, മീറ്റിങ്ങോ, പ്രസംഗമോ, പെന്തക്കോസ്തോ, അഭിഷേകമോ, അന്യഭാഷയോ, വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ലോകക്കാർ ചോദിക്കുന്നത് പോലെ, കല്ലും കവണയും എന്നതുപോലെ നമ്മൾ ഈ പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും കയറിയിരിക്കുന്നത് ലോകക്കാർക്ക് ഭോഷത്വമാണ്. പക്ഷേ വാസ്തവത്തിൽ ദൈവകൃപയും ശക്തിയും ഇതുപോലെ കയറിയിരുന്നിട്ട് അനുഭവിച്ച വിടുതലുകളും അനുഭവിച്ച നമുക്കിത് ഭയങ്കര ദൈവശക്തിയാണ്. അതുപോലെ ദാവീദ് കുനിഞ്ഞ് കോട്ടയിൽ നിന്ന് കല്ലെടുത്തപ്പോഴും കവണയെടുത്തപ്പോഴും ബാഗിൽ കല്ലിട്ടപ്പോഴൊക്കെ കുറേ പേര് തിരിഞ്ഞു നിന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇനി ഇവൻ്റെ ഫ്യൂണറൽ സർവീസിനും കൂടെ നമ്മൾ പങ്കെടുക്കണമല്ലോ എന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ അഭിഷേകമുള്ള മനുഷ്യൻ്റെ കയ്യിൽ, ഞാൻ ഇങ്ങനെ പറയും, കല്ലല്ല ചോക്ലേറ്റ് ഇരുന്നാലും അതും അവനൊരു ആയുധമാണ്. കല്ലല്ല ചോക്ലേറ്റ് ഇരുന്നാലും അത് ആയുധമാണ്. ഇല്ലേ സുഹൃത്തെ? പല സന്ദർഭങ്ങളിലും ഡോക്ടറെ കാണാൻ പോകാൻ മനസ്സില്ല എന്നും സാധ്യതയില്ല എന്നും സമ്പത്തില്ല എന്നും എനിക്കിനി അതിനും കൂടെ ഇറങ്ങിക്കയറാൻ വയ്യാന്നും തീരുമാനിച്ചിട്ട് ഒരു കപ്പ് വെള്ളമെടുത്ത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വെള്ളത്തെ അനുഗ്രഹിച്ച് ഞാനിത് കുടിക്കുന്നു, ഇത് കുടിക്കുമ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും സൗഖ്യമായിരിക്കുന്നു. അത് നമ്മുടെ കയ്യിലെ കല്ലും കവണയുവാ. എത്ര പ്രാവശ്യം കറിക്കൊഴിക്കുന്ന എണ്ണ എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് വേദനയുള്ളിടത്ത് തടവി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അത് നമ്മുടെ കയ്യിലുള്ള കല്ലും കവണയുവാ. അഭിഷേകമുള്ളവന്റെ പ്രത്യേകത അത്. ഇങ്ങനെയുള്ള ചില ഭോഷത്വമൊക്കെ കാണിക്കും. നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ ആ എണ്ണ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ, നിങ്ങൾ ആ വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ, നിങ്ങൾ മുട്ടുമടക്കി ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ മേൽ ഉള്ള അഭിഷേകത്തിനകത്ത് വർധനവ് വന്നു എന്ന് നിങ്ങൾ അറിഞ്ഞോ? പരിശോധനയുണ്ട്. എന്ന് ഞാൻ ഈ എണ്ണയെടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ മേൽ പുരട്ടി ഞാൻ സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചോ, അന്ന് നീ മറ്റുള്ളവനെ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള അഭിഷിക്തനായി മാറി. ഹല്ലേലൂയ. ഞാൻ ഭൂതങ്ങളെ ഓടിക്കാൻ പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ ഭൂതങ്ങളെ ഓടിച്ചിട്ടാണ്. പഠിച്ചതല്ല, ദൈവം തന്നൊരു കൃപയാണ്. അപ്പം ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയുള്ള അനുഭവങ്ങൾ. നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് അനുഭവിച്ച് അതിനെ ഓവർകം ചെയ്ത് ദൈവത്തിന് പേപ്പർ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അടുത്തൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കത്തുള്ളൂ. ഞാനൊന്നും പറഞ്ഞില്ല ഇന്ന്. ശൗല് തനിക്കെതിരായി മാറി, കൊല്ലാൻ പദ്ധതിയിട്ടു, പക്ഷെ ദൈവം ഏൽപ്പിച്ചില്ല. യോസെഫിന്റെ ജീവിതം നോക്കിക്കേ. യോസെഫ് സ്വപ്നത്തിലൂടെ, ദൈവം യോസെഫിന് സ്വപ്നത്തിലൂടെ വലിയ അഭിഷേകവും ദൗത്യവുമാണ് നൽകിയത്. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 5 മുതൽ 11 വരെ വായിക്കുമ്പോൾ. പക്ഷേ യോസെഫ് സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു അഭിഷേകമുണ്ട്, നല്ലൊരു കോളിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാട് എത്ര വലുതായിരുന്നു നിങ്ങൾ പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെ ഇങ്ങനെ തന്നെ സ്വന്തം സഹോദരന്മാരാൽ ആ മനുഷ്യൻ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തം സഹോദരന്മാരാൽ കൊന്നുകളയാൻ ശ്രമിക്കുകയാണ്. എവിടെ അഭിഷേകമുണ്ടോ അവിടെ മരണത്തിൻ്റെ വെല്ലുവിളി ഉണ്ടാവും. എവിടെ അഭിഷേകമുണ്ടോ അവിടെ കയ്പിൻ്റെ അനുഭവങ്ങൾ നമ്മളെ ഫേസ് ചെയ്യും. എവിടെ ആരുടെ മേൽ അഭിഷേകമുണ്ടോ ആ സർക്കംസ്റ്റാൻസസിൽ എപ്പോഴും ഒരു ബാറ്റിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം എന്താണ്? ആ മൊമെന്റ് നമുക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് തരുന്നത് പോലെ വലിയ ഒരു സെറിമണിയൊക്കെ വിളിച്ചു കൂട്ടി, വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി, വലിയ സ്റ്റേജും അലങ്കാരവും വർഷിപ്പും എല്ലാം കൂടെ അല്ല. നമ്മളെ ദൈവം അപ്ഗ്രേഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്രൂഷ്യൽ സിറ്റുവേഷൻസിൻ്റെ മധ്യത്തിൽ നിന്നാണ്. നമ്മുടെ അഭിഷേകത്തിൽ, നമ്മുടെ മേലുള്ള നിയോഗങ്ങളിൽ, നമ്മുടെ മേലുള്ള ആത്മീയ ആയുധങ്ങളിൽ എല്ലാം വർധനവ് വരുന്ന സന്ദർഭം എവിടെയാണെന്ന് ചോദിച്ചാൽ, യോസെഫിന് എവിടെ വെച്ചാണ് അപ്ഡേഷൻ നടന്നതെന്ന് ചോദിച്ചാൽ പൊട്ടക്കിണറ്റിനകത്തു വെച്ചാണ്. വിശ്വാസമില്ല. പൊട്ടക്കിണറ്റിനകത്തു വെച്ചാണ് ഈ മനുഷ്യന്റെ നിയോഗങ്ങളിൽ വ്യത്യാസം വന്നത്.
പൊട്ടക്കിണറ്റ്. കാരണം എന്താ? പിടിച്ചണക്കേണ്ടവൻ പിടിച്ചു കുഴിയിലിട്ടില്ലേ? അപ്പൊ പിന്നെ ദൈവത്തിന് അങ്ങനെ കളയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവൻ സ്വപ്നം കണ്ടെന്നും ഇവനെല്ലാം വെളിപ്പെടുന്നു എന്നും ഇവനെ അപ്പന് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞല്ലേ ഈ ജീവിച്ചിരിക്കുന്നവനെ കൊന്നുകളയാൻ സഹോദരന്മാർ തീരുമാനിച്ചത്. കൂടപ്പിറപ്പുകൾ കൊന്നുകളയാൻ ശ്രമിച്ചാലും, കൂടെയുള്ളവർ നമ്മുടെ കുതികാൽ വെട്ടാൻ ശ്രമിച്ചാലും, എല്ലാ കാലത്തും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ദൈവം നിന്റെ കുതികാൽ വെട്ടത്തില്ല. ദൈവം നിന്റെ കാലുവാരത്തില്ല. മനുഷ്യൻ കാലുവാരാൻ ശ്രമിച്ചാലും ഒരു കൈ ഇങ്ങനെ വെക്കും. എന്താണെന്നറിയോ? കാലുവാരിയെ നീ വീഴുന്നത് ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. ഇന്ന് അഭിഷേകം ചുമക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പറയുകയാണ്, അവൻ പിടിച്ചു കയറ്റിയ പലരും പിടിച്ചു തള്ളിയെങ്കിൽ, പിടിച്ചു കയറ്റി ഒരു കാലത്ത് കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റി നിങ്ങളെ ജീവിക്കാൻ ആശ തന്നവർ തന്നെ ഇന്ന് നിങ്ങളെ പിടിച്ചു തള്ളിയെങ്കിൽ, ഇന്ന് നിങ്ങൾ പൊട്ടക്കിണറ്റിന്റെ അനുഭവത്തിലാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ശദ്രക് മേശക് അബേദ്നെഗോവിനെ പോലെ ദൈവത്തെ അറിഞ്ഞതിന്റെ പേരിൽ, ദൈവത്തെ വിളിക്കുന്നതിന്റെ പേരിൽ, ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നതിന്റെ പേരിൽ തീച്ചൂളയ്ക്കകത്താണെങ്കിൽ, ഇന്ന് നിങ്ങൾ ദാവീദിനെ പോലെ ശൗലിന്റെ കുന്തമുനയുടെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ, വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എതിരെ നിന്നവർ, നിങ്ങൾക്ക് അനുകൂലമായി നിന്നവർ തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തളരാത്ത ഒരു കൈ താങ്ങുന്ന നിലയിൽ നിങ്ങളുടെ പിന്നിലുണ്ടെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. നിന്നെ അവർ തള്ളിയിട്ടാലും നീ വീഴുമായിരിക്കാം, പക്ഷെ വീഴുന്നത് അവൻ്റെ കയ്യിലായിരിക്കും. നിന്നെ പിടിച്ചു തള്ളിയാലും നിങ്ങൾ പുറകിലോട്ട് പോകുമായിരിക്കാം, പക്ഷെ പുറകിൽ നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. അത് അഭിഷേകത്തിൻ്റെ പ്രത്യേകതയാണ്. അത് അഭിഷേകത്തിൻ്റെ പ്രത്യേകതയാണ്. അത് അഭിഷേകത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ദാവീദ് ചത്തോ? ഇല്ല, അഭിഷേകം താങ്ങി. യോസേഫ് ചത്തോ? ഇല്ല, ഇരിക്കുന്ന ഏറ്റവും വലിയ പൊസിഷനിൽ. ആൾക്കാർക്ക് കടം കൊടുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവം ആ മനുഷ്യനെ ഗവർണറായിട്ട് ഉയർത്തി. ഒരു മന്ത്രിക്കുപ്പായം ദൈവം തയ്പ്പിച്ചു വെച്ചു ആ മനുഷ്യന്. സ്വന്തം വസ്ത്രം പറിച്ചു കീറിയപ്പോൾ, സഹോദരന്മാർ തന്നെ പറിച്ചു കീറിയപ്പോൾ, എപ്പോ മിസ്രൈമിന്റെ അടിമച്ചന്തയിൽ നിന്ന് വില കൊടുത്ത് യോസേഫിനെ വാങ്ങിയോ, ആ സെക്കൻഡിൽ നോട്ട് എണ്ണുന്ന മെഷീൻ കൊണ്ടുവച്ചാൽ പോലും ആ മെഷീൻ കത്തിപ്പോകുന്നതല്ലാതെ എണ്ണിത്തീരാത്ത കണക്കിലുള്ള വില ദൈവം യോസെഫിനിട്ടു. ഞാൻ ഇങ്ങനെ ഒരു ദൂത് പറയാം. നിങ്ങളെ ആൾക്കാർ എന്ന് വില കുറച്ച് കാണുന്നോ, തമ്പുരാന്റെ അവിടുത്തെ ഡിജിറ്റൽ സ്ക്രീനിനകത്ത് നിങ്ങളുടെ വില ദൈവം വർദ്ധിപ്പിച്ചിടും. നിങ്ങളെ എന്ന് മനുഷ്യൻ പിടിച്ചു തള്ളുന്നോ, അന്ന് ദൈവം നിങ്ങളെ പിടിച്ച് ചേർക്കുന്ന ഒരു തീരുമാനം എടുക്കും. നിങ്ങളെ എന്ന് നിങ്ങളുടെ പൊസിഷൻ ചവിട്ടി താഴ്ത്തുന്നോ, അന്ന് നിങ്ങളുടെ പൊസിഷൻ സ്പിരിച്വലി ദൈവം ഉയർത്തിയിരിക്കും. സ്പിരിച്വലി ഉയർത്തും, അല്ലാതെ ഭൗതികമായിട്ടും ദൈവം ഉയർത്തും. ഇത് അഭിഷേകത്തിൻ്റെ പ്രത്യേകതയാണ്. അഭിഷേകമുള്ളവൻ നഷ്ടപ്പെട്ടു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. പക്ഷെ അഭിഷേകമുള്ളവൻ നശിച്ചു പോകണമെന്നാണ് സാത്താൻ്റെ ആഗ്രഹം. എന്നാൽ ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവ് ആരോടൊക്കെ പറയുകയാണ്, അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെല്ലുവിളികളുണ്ട്, നിങ്ങൾക്ക് ബാറ്റിലുണ്ട്, നിങ്ങൾക്ക് യുദ്ധമുണ്ട്. പക്ഷേ ആ സമയത്തും വല്ലവരെയും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ പണിക്ക് പോകുവല്ല വേണ്ടത്. അഭിഷേകമുള്ളവൻ ദൈവസന്നിധിയുമായി ഒരു ബന്ധം വേണം. ദാവീദ് ദൈവവുമായിട്ടൊരു ബന്ധം ഉള്ളതുകൊണ്ടാണ് ആ മനുഷ്യനെ വീണുപോകുന്ന ഘട്ടങ്ങളുണ്ടായി. രാജാവായതിനു ശേഷവും വീണുപോകുന്ന ഘട്ടങ്ങളിലും താങ്ങിയത് ദൈവവുമായിട്ടൊരു ബന്ധം ഉള്ളതുകൊണ്ടാണ്. യോസെഫും അങ്ങനെ തന്നെ. ദൈവം സ്ഥാനമാനങ്ങൾ ഉയർത്തിക്കൊടുത്തിട്ടും സ്ഥാനമാനങ്ങൾ ഉയർത്തിക്കൊടുത്തിട്ടും ജീവിത നിലവാരം വർദ്ധിപ്പിച്ചപ്പോഴും പൊത്തിഫറിൻ്റെ വൈഫുമായി ഒരു പാപം ചെയ്യാൻ ഒരു അവസരം ആ മനുഷ്യന് കിട്ടിയിട്ടും ആ മനുഷ്യൻ അവിടം വിട്ട് ഓടി അകലാൻ കാണിച്ചത് അഭിഷേകത്തിൻ്റെ പ്രത്യേകതയാണ്. നിന്റെ അഭിഷേകം എങ്ങനെ കളയണം അത് സാത്താന് നന്നായിട്ടറിയാം. എവിടെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് സാത്താന് നന്നായിട്ടറിയാം. നിങ്ങൾ സാമ്പത്തികമായി ഭയങ്കര ഗ്രീഡിയായ ഒരു മനുഷ്യനാണോ, സാമ്പത്തിക ആർത്തിയുള്ളൊരു മനുഷ്യനാണോ, സാത്താൻ അറിയാം. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് തന്നെ നിങ്ങൾക്ക് തുറന്നു വെച്ച് തരും. നിങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിൽ വീക്കായിട്ടുള്ളൊരു വ്യക്തിയാണോ, ഓപ്പണാക്കി വെച്ച് തരും. ഒരു തുമ്മൽപ്പനി വന്ന അന്നത്തെ ദിവസം ഫുൾ കയറി കിടക്കുന്നൊരു വ്യക്തിയാണോ, ഓപ്പണാക്കി വെച്ച് തരും. പക്ഷേ ഓടി അകലാൻ മനസ്സുള്ളവനെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കും. യേശുക്രിസ്തു അങ്ങനെ തന്നെയായിരുന്നു. യേശുക്രിസ്തുവിനും ലൂക്കോസിൻ്റെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും ഒക്കെ പഠിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം കർത്താവ് ഫേസ് ചെയ്തത് ചെറിയ കാര്യങ്ങളല്ല. മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്.
പിശാച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഹന്ന ഒരു പ്രവാചകയായിരുന്നു, അഭിഷേകമുള്ളൊരു വ്യക്തിയായിരുന്നു ഹന്ന അഭിഷേകം ഉണ്ടായിട്ട് എത്ര നാളാണ് ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി പെനീനയിലൂടെ എന്തോരം ഹന്ന വേദന അനുഭവിച്ചു. തിക്താനുഭവങ്ങൾ ഹന്നയുടെ ജീവിതത്തിലുണ്ടായില്ലേ? അഭിഷേകമുള്ളൊരു സ്ത്രീയാണ് ഹന്ന. ദൈവാലയം വിട്ടുപിരിയാത്തൊരു സ്ത്രീയാണ് ഹന്ന. നിങ്ങളെപ്പോലെ പ്രാർത്ഥന വിട്ടുപിരിയത്തില്ല, ദൈവസന്നിധി വിട്ടുപിരിയത്തില്ല, ചർച്ച വിട്ടുപിരിയത്തില്ല, ദൈവവുമായിട്ട് ഭയങ്കര ബന്ധമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ പെനീനയിലൂടെ ഒത്തിരി കുത്തുവാക്കുകൾ, ഒത്തിരി സമ്മർദ്ദങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടും അവരുടെ കഷ്ടപ്പാടും കണ്ണുനീരും അവർ ഇറക്കി വെക്കുന്ന സ്ഥലം ആലയത്തിനകത്തായിരുന്നു. അഭിഷേകമുണ്ടെങ്കിലും അവരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ വിശ്വാസം എത്ര തന്നെ പ്രതികൂലങ്ങളുണ്ടായിട്ട്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലേ എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഉണ്ടായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. അതൊരു കുഞ്ഞില്ലെന്നുള്ളതായിരുന്നു. ശ്രദ്ധിച്ചേ, നമുക്ക് അഭിഷേകം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു കുറവുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് എത്ര അഭിഷേകം ഉണ്ടെങ്കിലും ഞാൻ എവിടെയൊക്കെയോ പോരാ. നോക്കൂ, ഇപ്പം നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ പല കാര്യങ്ങളിൽ എനിക്ക് കുറവുള്ള മനുഷ്യനാണ്. പക്ഷെ ഞാൻ എൻ്റെ കുറവുകളിലേക്കല്ല നോക്കുന്നത്. എനിക്ക് കുറവുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. അതിന് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുറവുകളിൽ നോക്കിക്കൊണ്ടിരുന്നാൽ എൻ്റെ കണ്ണ് എപ്പോഴും എങ്ങോട്ടേ ഇരിക്കത്തുള്ളൂ? കുറവുകളിലേക്ക് താഴ്ന്നേ ഇരിക്കത്തുള്ളൂ. കുഞ്ഞ്, നിങ്ങൾക്കൊന്ന് വളരാൻ താല്പര്യമുണ്ടെങ്കിൽ കുറവുകളെ നിറവുകളാക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാകണം. പെനീനമാരുള്ളത് കൊണ്ടാണ് ഹന്നമാരെ ദൈവാലയത്തോട് ചേർത്ത് ദൈവം നിർത്തിയിരിക്കുന്നത്. അസൂയുള്ള ശൗലുമാരുള്ളത് കൊണ്ടാണ് ദാവീദുമാരെ ദൈവം ഉയർന്ന അഭിഷേകത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. കുലപാതകന്മാരായ സഹോദരന്മാരുള്ളത് കൊണ്ടാണ് ദർശനവും സ്വപ്നവുമുള്ള യോസേഫുമാരെ ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, പെനീന പുറകിൽ നിൽക്കുമ്പോൾ ഹന്നായെ അഭിഷേകം ചെയ്താണ് ദൈവം മുമ്പിൽ നിൽക്കുന്നത്. കുത്തൂന്നറിയാം. ദാവീദ് മുന്നിൽ നിൽക്കുമ്പോൾ അസൂയയുള്ള ശൗല് പുറകിൽ നിൽക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ദാവീദിനെ അഭിഷേകം ചെയ്ത് മുമ്പിൽ നിർത്തിയത്. പിശാച് പരീക്ഷിക്കാൻ കൂടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് യേശുക്രിസ്തുവിനെ പിതാവ് അഭിഷേകം ചെയ്ത് മുന്നിൽ നിർത്തി. നോക്കിക്കേ, ഏതൊരു പ്രതിസന്ധി വരുന്നതിന് മുൻപിലും ദൈവം ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ് നമ്മുടെ മേൽ പകരും. ഏതൊരു പ്രതിസന്ധി വരുന്നതിന് മുമ്പിലും ദൈവം ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ് നമ്മുടെ മേൽ പകരും. ഇന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, എൻ്റെ മേൽ അങ്ങനൊരു സ്പെഷ്യൽ അനോയിൻറ്റിങ് ദൈവത്തിൻ്റെ ആത്മാവ് പകരണം, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. ആലയം വിട്ട് പിരിയാതിരുന്ന ഹന്ന ഒരു പുത്രനെ, അഭിഷേകമുള്ളൊരു പുത്രനെ കൈകൊണ്ട് വാങ്ങിയതുപോലെ, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച യോസെഫിനെ ഏറ്റവും വലിയ ധനികനായി ദൈവം ഉയർത്തിയതുപോലെ, അബ്രഹാം എന്ന പറയുന്ന മനുഷ്യനെ ഏറ്റവും സമ്പന്നനാക്കി മാറ്റി ബഹുജാതികളുടെ പിതാവാക്കി ദൈവം ഉപയോഗിച്ചതുപോലെ, അപ്പോസ്തലന്മാരെ അവണ്ണം തന്നെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ, ഇന്ന് അഭിഷേകമുള്ള നിങ്ങളെയും ദൈവം അടുത്തൊരു ഗ്രേഡിലേക്ക് ഉയർത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അവരെ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ സ്പർശിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ്. ലേ ബ്രോ സക്രഡീമ ആൻറ്റലി ബ്രോഡോഷ ലേ ആൻട്രി സറ്റ ഫ്രഡാൻറ്റോ ലോ ഗ്രുഡിമ ആൻറ്റ. അതെല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ലീ ബ്രൗഡ് ഹൗസ് കംബ്രൈനി ടാസോ എൽ ഖറ്റ ഫ്രെഡന ലറ്റർ സെന്റർ ഗസിയ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ചില എഴുത്തുകൾ നിങ്ങൾ ദൈവസന്നിധിയിൽ എഴുതി അയച്ച ചില എഴുത്തുകൾ കർത്താവ് ഇന്ന് പൊട്ടിച്ചു വായിക്കുന്നൊരു ദിവസമായിരിക്കും. ദൈവം ഇന്നത് പൊട്ടിച്ചു വായിക്കുന്നൊരു ദിവസമായിരിക്കും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇട്ട ചില വിഷയങ്ങൾ ഇന്ന് ദൈവം പൊട്ടിച്ചു വായിക്കുന്നൊരു ദിവസമായിരിക്കും. എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ അങ്ങനൊരു വാക്ക് പറയാൻ തോന്നുകയാണ്. ലീ മോ ക്രോഡോ സബ്രഡിൻ ടല ഗോഷസയ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഏ ലബമമമ യല ശന്തല ബഖയബ ലേ ബ്രോസ്തോറോ കോബോഷലെ ബഖയ.
the mighty spirit of God, mighty spirit of God. ഈ സെക്കൻഡിൽ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള പല സിറ്റുവേഷൻസിനകത്തുകൂടെ കടന്നുപോയവരെ, ഇതുപോലുള്ള പല സിറ്റുവേഷൻസിനകത്തുകൂടെ കടന്നുപോയവരെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ അഭിഷേകം ചെയ്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം ആഴത്തിൽ അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്ന നിങ്ങളെങ്കിൽ ഇന്നൊരത്ഭുതം നിങ്ങൾ കാണാൻ പോകുവാണ്. നിങ്ങളുടെ മേൽ പകർന്നത് ഒരത്ഭുതത്തിൻ്റെ അഭിഷേകമെന്ന്, നിങ്ങളുടെ മേൽ ദൈവമിട്ടത് ഒരത്ഭുതത്തിൻ്റെ അഭിഷേകമെന്ന്, ഒരത്ഭുതം കാണുന്നൊരഭിഷേകമെന്ന്, ഇന്ന് വെട്ടിക്കളഞ്ഞ ചില വൃക്ഷങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പക്ഷെ നീ ഒരു വൃക്ഷമായിരുന്നാൽ പ്രതീക്ഷയുണ്ട്. ഒരു വൃക്ഷമായിരുന്നാൽ പ്രതീക്ഷയുണ്ട്. വെട്ടിക്കളഞ്ഞ ചില വൃക്ഷങ്ങൾ ഈ മീറ്റിംഗിനകത്ത് ഇരിക്കുന്നു. വെട്ടിക്കളഞ്ഞ ചില വൃക്ഷങ്ങൾ. പക്ഷെ അത്ഭുതം എന്താണെന്നറിയാമോ? നിനക്ക് വെട്ടേറ്റു എന്നുള്ളതല്ല ആശ്ചര്യം. നീ ഒരു വൃക്ഷമായിരുന്നു എന്നുള്ളതാണ് ആശ്ചര്യം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു വൃക്ഷമായിരുന്നാൽ പ്രതീക്ഷയുണ്ട്. ഇന്ന് പ്രതീക്ഷയില്ലാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു വചനമാണ്, വൃക്ഷമായിരുന്നാൽ പ്രതീക്ഷയുണ്ട്. ദൈവം സ്നേഹിക്കുന്ന ഭാഗ്യവാനെ, ദൈവം സ്നേഹിക്കുന്ന ഭാഗ്യവതിയെ, നിങ്ങൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്നത് ഭയങ്കര ഭാഗ്യമുള്ളൊരു മനുഷ്യനായതുകൊണ്ടാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. ഭയങ്കര ഭാഗ്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ഭയങ്കര ഭാഗ്യ സമൃദ്ധി വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ സുരക്ഷിതത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ പ്രവർത്തികൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. In the name of Jesus, Holy Ghost, അഭിഷേകത്തിന്റെ സമൃദ്ധി ഇതിനകത്ത് വെളിപ്പെടട്ടെ. അത്ഭുതകരമാകുന്ന സമൃദ്ധി വെളിപ്പെടട്ടെ. അസാധാരണമാകുന്ന സമൃദ്ധികൾ വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഇതിനകത്ത് കയ്യിൽ കവണ ഉണ്ടായിരുന്നതല്ല, കയ്യിൽ ശേഖരിച്ചു വെച്ച കല്ലുണ്ടായിരുന്നതല്ല, കല്ലും കവണയും ഉണ്ടായിരുന്നവന്റെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉന്നം തെറ്റാതെ ഗോലിയാത്തിന്റെ നെറ്റിത്തടത്തിന്മേൽ ആ കല്ല് ചെന്ന് പതിക്കാൻ കാരണം. ഞാൻ ദൂത് പറയുന്നു, അഭിഷേകമുള്ള നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അഭിഷേകമുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രാർത്ഥന എവിടെ ചെന്ന് കൊള്ളണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കും. ദൈവം തീരുമാനിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 പറയുന്ന പോലെ, നിനക്കെതിരായിട്ടുണ്ടാക്കിയ ഒരായുധവും ഫലിക്കത്തില്ല, ഒരു ശാപവും ഫലിക്കത്തില്ല, ഒരു വിടക്ക് കണ്ടും ഫലിക്കത്തില്ല, ഒരനർത്ഥവും ഫലിക്കത്തില്ല, ഒരു ബാധയും ഫലിക്കത്തില്ല. പക്ഷേ അഭിഷേകമുള്ളവന്റെ പ്രാർത്ഥന ഏത് വിഷയത്തിനകത്താണോ ഇരിക്കുന്നത്, ആ വിഷയത്തിനകത്ത് പ്രാർത്ഥന കൊള്ളേണ്ട കുറിക്ക് ചെന്ന് കൊള്ളും. ദാവീദിന്റെ കയ്യിലിരുന്ന കല്ല് കവണയെന്ന് തെറിച്ച് കറക്റ്റ് നെറ്റിത്തടത്തിൽ തന്നെ പതിച്ചതുപോലെ, എത്ര ഉയരത്തിൽ, 9 അടി ഉയരത്തിൽ നിന്ന് ഗോലിയാത്തിലേക്ക് ഇച്ചിരി ചെന്ന ബാലന്റെ കല്ല് ചെന്ന് പതിച്ചതുപോലെ, ഒന്നുമല്ലാത്ത നീ താഴ്ന്നിരുന്ന് ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവ് അറിയിക്കുന്നു, എത്ര വൻമരം പോലെ നിൽക്കുന്ന വിഷയത്തിന്റെ മേലും നിന്റെ പ്രാർത്ഥന പരിഹാരമായി ചെന്ന് കൊള്ളാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന പരിഹാരമായി ചെന്ന് കൊള്ളാൻ പോകുകയാണ്. In the name of Jesus,
അത് റിലീസാകട്ടെ, ആ ദൂത് റിലീസാകട്ടെ, ആ വാക്ക് റിലീസാകട്ടെ. ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ എന്ന പോലെ, ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത്രയും ഉയരത്തിൽ എന്ന പോലെ സാത്താൻ കെട്ടി ഉയർത്തിയിരിക്കുന്ന സകല വിഷയങ്ങളും സകല മതിലുകളും ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ഇടിഞ്ഞു വീഴട്ടെ. യെരിഹോ മതിൽ ഇസ്രായേൽ മക്കളുടെ സ്തോത്ര യാഗത്തിൽ ഇടിഞ്ഞു വീണതുപോലെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വൻ മതിലുകൾ ഇടിഞ്ഞു വീഴട്ടെ. ഓ ഗ്ലോറിയ അത് ഇടിഞ്ഞു വീഴട്ടെ. എല്ലാം ഇതുവരെ ഇടിയാത്തത്, ഇതുവരെ തകരാത്തത്, ഇതുവരെ നീക്കം വന്നിട്ടില്ലാത്ത മലകൾ ഇന്നത്തെ ഈ ധ്യാനത്തിങ്കൽ അത് നീങ്ങട്ടെ. അഭിഷേകമുള്ളവരിൽ മടുത്തുപോയവരുടെ മേൽ ഒരു പുതിയ ഉണർവ് വെളിപ്പെടട്ടെ. പ്രാർത്ഥിച്ചു മടുത്തുപോയവരുടെ മേൽ, ആരാധിച്ചു മടുത്തുപോയവരുടെ മേൽ, ആരാധിച്ചു കൈകുഴഞ്ഞവരുടെ മേൽ, മുട്ടിന്മേലിരുന്ന് കാലുകഴച്ചവരുടെ മേൽ ഒരു പുതിയ ശക്തി, ഒരു പുതിയ ബലം, ഒരു പുതിയ അഭിഷേകം ഈ സമയം അത് റിലീസാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം, അത് റിലീസാകാൻ പ്രാർത്ഥിക്കാം. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ വാഗ്ദത്തങ്ങളും റിലീസാകട്ടെ. അഭിഷേകം ചെയ്യപ്പെട്ടത് എന്തിനോ അതിലേക്ക് ദൈവം എന്നെ കയറ്റട്ടെ. അഭിഷേകം ചെയ്യപ്പെട്ടത് എന്തിനോ ആ പദവിയിലേക്ക് സ്വർഗം കയറ്റട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. അഭിഷേകം ചെയ്തതെന്തിനോ ആ പർപ്പസിലേക്ക് താങ്കളെ ദൈവം ഉയർത്താൻ പോകുവാണ്. അഭിഷേകം ചെയ്തതെന്തിനോ ആ പർപ്പസിലേക്ക് സ്വർഗം നിന്നെ ഉയർത്താൻ പോകുവാണ്. ദൈവശക്തി നിങ്ങളെ അറിയിച്ചത് എന്തിനോ ആ വിളിയിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുവാണ്. നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ? പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിന് ദൈവം അടിസ്ഥാനമിട്ട് അഭിഷേകം ചെയ്തത് എന്തിനോ, എന്നെ ഇതിനകത്ത് ദൈവം അപ്പോയിന്റ് ചെയ്തത് എന്തിനോ അതിലേക്ക് ദൈവം എന്നെ ഉയർത്താൻ പോകുവാണ്. ഈ പ്ലാറ്റ്ഫോമിന്റെ പദവിയുടെ മേൽ ഒരു ഭയങ്കര അഭിഷേകം ഇന്ന് രാത്രി റിലീസ് ചെയ്യട്ടെ. ഈ പ്ലാറ്റ്ഫോമിന്റെ നിലനിൽപ്പിന്മേൽ ഒരു ഭയങ്കര അഭിഷേകം റിലീസ് ആകട്ടെ. ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനമേ, നിന്റെ മേൽ ഒരു വർധനവ് ദൈവം കൈമാറട്ടെ. നിന്നെ ദൈവം വർദ്ധിപ്പിക്കട്ടെ. നിന്നെ ദൈവ രാജ്യത്തിന് ഉപയോഗിക്കട്ടെ. നിന്നെ കർത്താവിന്റെ ദാസനായി സ്വർഗം ഉപയോഗിക്കട്ടെ. നിന്റെ കൈകളെ ദൈവനാമത്തിന് ഉപയോഗിക്കട്ടെ. മനസ്സിനെ ദൈവനാമത്തിന് ഉപയോഗിക്കട്ടെ. ശബ്ദത്തെ ദൈവനാമത്തിന് ഉപയോഗിക്കട്ടെ. കൈകാലുകളെ ദൈവനാമത്തിന് ഉപയോഗിക്കട്ടെ. കുടുംബത്തെ ദൈവനാമത്തിന് ഉപയോഗിക്കട്ടെ. അതിനെതിരെ സ്ട്രഗിൾസ് ഉണ്ടാകും, അതിനെതിരെ വെല്ലുവിളികൾ ഉണ്ടാകും, അതിനെതിരെ അസൂയാലുക്കൾ ഉണ്ടാകും, അതിനെതിരെ ഏഷണി പറഞ്ഞു വരുത്തുന്നവരുണ്ടാകും. പക്ഷേ നിന്റെ മുഖം ദൈവ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കട്ടെ. ദാവീദ് പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. കരുണാസമ്പന്നനായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. സുഹൃത്തെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. താങ്ക് യു ജീസസ്. പിതാവേ, ഈ ജനത്തെ അവിടുത്തെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ കേട്ട തിരുവെഴുത്തിനകത്ത് വലിയ ആലോചന ഉണ്ടല്ലോ കർത്താവേ. അഭിഷേകം ഞങ്ങളുടെ മേൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം ഓരോ പ്രശ്നങ്ങളെയും എതിർത്ത് ജയിക്കാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ നൽകുന്നതിനായി സ്തോത്രം. കൂടി വന്ന ഓരോ ജനത്തെയും അവിടുത്തെ ജീവനുള്ള കൈകളിലേക്ക് സമർപ്പിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഓരോ വിഷയങ്ങൾക്കും അവിടുന്ന് ഉത്തരമരുളി ഇവരുടെ കൊതിയും ദാഹവും അവിടുന്ന് കണ്ട് അങ്ങയുടെ നാമത്തിനായി, അങ്ങയുടെ നാമത്തിനായി, അങ്ങയുടെ രാജ്യത്തിനായി ഈ പ്രിയപ്പെട്ടവരെ ശക്തിയോടെ ഉയർത്തണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗികളായി ഞങ്ങളെ ആരെങ്കിലും ഈ സന്ദേശത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ ഞാനിപ്പോൾ ദൈവിക സൗഖ്യം റിലീസ് ചെയ്യാണ്. വിശ്വസിക്കുന്നവൻ്റെ മേൽ ഈ വാക്ക് ചെന്ന് പതിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. മനസ്സ് തകർന്ന് മടുത്ത് ക്ഷീണാവസ്ഥയിൽ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അവരെ ജ്വലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അഗ്നി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എന്നെ സ്പർശിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, കർത്താവ് നിങ്ങളെ സ്പർശിച്ചു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ കൈകൾ ഉയർത്തി 3 പ്രാവശ്യം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്താട്ടെ. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം അതിനാൽ നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബി വിത്ത് യു.